മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള രണ്ടാം ഘട്ട ലിസ്റ്റിന് ദുരന്ത നിവാരണ അതോറിറ്റി അന്തിമ അംഗീകാരം നൽകി. 81 പേരാണ് കരട് പട്ടികയിൽ ഉണ്ടായിരുന്നത്. രണ്ടാം ഘട്ട ബി ലിസ്റ്റിനാണ് ഇനി അംഗീകാരം നൽകാൻ ഉള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? DDMA യോഗത്തിന് ശേഷമാണ് ഉന്മേഷ് ഈ ലിസ്റ്റിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. അതായത് ഇതൊരു പ്രധാനപ്പെട്ട ലിസ്റ്റാണ്. ഇതിൽ നോ ഗോ സോൺ പരിധിയിൽ ഉൾപ്പെട്ടതും നാശം സംഭവിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള വീടുകൾ, ഒപ്പം തന്നെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ദുരന്ത ബാധിതർ, ഒപ്പം ഈ പാടികളിൽ താമസിച്ചിരുന്ന ആളുകൾ എന്നിവരെയാണ് ഈ ലിസ്റ്റിലായി പരിഗണിച്ചത്. ഇതിൽ വാർഡ് 10-ൽ 44 കുടുംബങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ വാർഡ് 11-ൽ 31 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 12-ാം വാർഡിൽ 12 കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി. ഇത് അന്തിമ ഗുണഭോക്തൃ പട്ടികയാണ്. രണ്ടാം ഘട്ട എ ലിസ്റ്റിന്റെ അന്തിമ ഗുണഭോക്തൃ പട്ടികയാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ഈ കരട് പട്ടികയിൽ ഉണ്ടായിരുന്നത് 81 പേരാണ്. ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് 6 കുടുംബങ്ങളെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പട്ടികയിൽ മൊത്തത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 87 കുടുംബങ്ങളാണ്. ഇനി അംഗീകാരം നൽകാനുള്ളത് രണ്ടാം ഘട്ട പട്ടികയ്ക്കാണ്, രണ്ടാം ഘട്ട ബി ലിസ്റ്റിനാണ്. ആ ബി ലിസ്റ്റ് കൂടി അംഗീകരിച്ചാൽ സ്വാഭാവികമായും ഈ ഗുണഭോക്തൃ ലിസ്റ്റ് പൂർണ്ണമായും അംഗീകരിക്കപ്പെടും. ഇനി ബാക്കി നിൽക്കുന്നത് റാട്ടപ്പാടി, ഒപ്പം തന്നെ പടവെട്ടിക്കുന്ന്, അട്ടമല, വില്ലേജ് റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, മുണ്ടക്കയിലെ പാടി അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കുറെ കൂടി ആളുകളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും സർക്കാർ മാനദണ്ഡം വെച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നാൽ സ്വാഭാവികമായും അവരെ പരിഗണിക്കുമെന്നുള്ളത് ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ വ്യക്തമാക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉന്മേഷ്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ വിവരങ്ങൾ നൽകിയത്.